ഞങ്ങൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടക്കേരി. നോക്കൂ ഗൈസ്, നോക്കൂ ഗൈസ്, ഞങ്ങളിവിടെ നമ്മൾ അരി കഴുകി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കുള്ള ബിരിയാണിക്കുള്ള കാര്യങ്ങൾ തക്കാളി അരിഞ്ഞ്, തക്കാളി, പച്ചമുളക്, മല്ലി, സവോള, കുഞ്ഞുള്ളി ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പം അതിനുള്ള പുറപ്പാടാണ്. പച്ചമുളക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പിടിക്കില്ല, പക്ഷേ മേ ബി നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ റെസിപ്പി ഫോളോ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഫസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 3 തക്കാളി, ഒരു 5-6 പച്ചമുളക്, പിന്നെ സവോള ഒരു 5 പിന്നെ 3 ഗ്ലാസ് അരിയാണ് നമ്മുടെ ബിരിയാണിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ബസുമതിയാണ്. ബസുമതി എന്ന് പറഞ്ഞാൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നോക്കുക ഗൈസ്. ക്യാരറ്റ്, സവോള, പച്ചമുളക് നല്ല വടി വൈകി കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷെഫ്. തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഗൈസ്. ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ഇത് വേണേൽ പരീക്ഷ നോക്കാനാണ് ഗൈസ്. നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. സൺഫ്ലവറിന്റെ സൺഫ്ലവർ പോയി. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമ്മൾ അല്പം നെയ്യ് അല്പം ഇടുക. ഗ്യാസ് കത്തിയായിരുന്നു. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്പം നമ്മുടെ മുറിച്ച് വെച്ചിരുന്ന കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, ഇത് 3 ഐറ്റംസ് നമ്മൾ അതിലിട്ടിരിക്കുന്നത്. നല്ലതായിട്ട് നോക്കൂ ഗൈസ്. ചൂടായി വരുമ്പോൾ ആ പൊട്ടിത്തെറിഞ്ഞ് നോക്കൂ. ആഹാ, സ്മെല്ല് വരുന്നുണ്ടല്ലേ? പരിചയമായിരിക്കും. പച്ചമുളക് പൊട്ടിത്തെറിക്കുന്നു. അത് കടുങ്കാപ്പിയാണ് ഗൈസ് ആയിരിക്കുന്നത്. കുറച്ച് സവോളതായിട്ടിരിക്കുന്നു. കുറച്ചൊരു സവോള നല്ല നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലെ നമ്മൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. യെസ്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് നമ്മൾ കട്ട് കുറഞ്ഞ് നൈസായിട്ട് നമ്മൾ അറിയാവുള്ളൂ. നമ്മളിട്ട് നല്ലതാണ് ഒന്നുകൂടെ വഴറ്റി എടുക്കുക. വെള്ളം ഒഴിക്കുകയാണ്. 4.5 കപ്പ് വെള്ളം. 4.5 കപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുന്നു. ഇനി തിളയ്ക്കണം. ഇനി നല്ലതായിട്ട് വെട്ടി തിളക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ നേരത്തെ. അപ്പോൾ ഒരു നമ്മുടെ ആവശ്യം അനുസരിച്ച് അല്ലേ? ചോറും കൂടി വരുന്നല്ലോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഗൈസ്. ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞാണ് ഗൈസ് ഇത്. വെള്ളത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ ഗൈസ് നോക്കൂ ഗൈസ്. അതിൻ്റെ അതീതം എന്നത് ഒരു പൊട്ടാളെ ഇവിടെ കയറി ഒന്നുകൂടി പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ റൈസ് തിളയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് ഇടുക. ഗൈസ് നമ്മളിനി ലൈറ്റായിട്ട് നാരങ്ങ നഴിഞ്ഞ് പിഴിഞ്ഞ് വയ്ക്കണം. ആഹാ, ഇനി നമ്മളിത് തിളക്കണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നതായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ റൈസ് ഇട്ട് തിളച്ച് വരുന്നുണ്ട്. ചിക്കൻ വാഷിംഗ് ആണ്. നമ്മുടെ ഫ്രഷായിട്ട് ചിക്കൻ അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നടത്താൻ ചിക്കൻ ഉണ്ടാക്കിയാണ് ഗൈസ്. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുള്ള മസാല കൂട്ടി നമ്മൾ റെഡിയാക്കി. ഇതാ സവോള അരിഞ്ഞ്, തക്കാളി, ക്യാരറ്റ് എല്ലാം ഉണ്ട് ഗൈസ്. നോക്കൂ. അപ്പം കണ്ണൻ അടുത്ത റെസിപ്പിക്ക് വേണ്ടിയതാ നെയ്യ് ചട്ടിയിലോട്ട് അല്പം ഒഴിച്ചു. കുറച്ച് കാഷ്യൂനട്ട്, മുന്തിരി ഇത് നമ്മളൊന്ന് വരട്ടിയെടുക്കണം. സൗണ്ട് അല്ലേ? ഇതിൽ കൂടെ നമുക്ക് ഇങ്ങനെ മുന്തിരി കടിച്ച് മാറ്റാൻ പറ്റും. മുന്തിരിങ്ങ മണി നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ ചെയ്യുകയുള്ളൂ. എങ്കിൽ വറുത്ത് പോയി നമ്മൾ മാറ്റി വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി,
കളർ നമുക്ക് ആർട്ടിഫിഷ്യൽ കളർ വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കശുവണ്ടി നെയ്യ് ബാക്കിയുള്ള നമ്മളെടുത്ത് മഞ്ഞപ്പൊടിയിലോട്ടുള്ള ഫോർവാഡ്. അതൊരു കളർ ഇടയാനായിട്ടുള്ള സംഭവം. അപ്പോൾ അടുത്ത് സബോള ചൂടായ എണ്ണയിലേക്ക് സബോള ചൂടായിട്ടുള്ള ഇടുന്നതിന് പൊരിയണം. അത് എന്താ ചേച്ചി വറുത്ത് ബിരിയാണി അല്ലെങ്കിൽ കരി. സബോള ഗൈസ് ദാ നമ്മുടെ ആയിരം ഫിഷ് നല്ലതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ആ ഒരു റെഡിഷ് ബ്രൗൺ കളർ വരണം അല്ലേ? നീ എണ്ണയിലോട്ടല്ല നമ്മൾ സബോള ഗൈസ്. അടുത്ത നമ്മുടെ ചിക്കൻ ദാ മിസ് ചെയ്യാനുള്ള പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചിക്കൻ റെഡിയാക്കാനുള്ള പരിപാടി. ചിക്കൻ നമ്മൾ നമ്മുടെ മസാല റെസിപ്പി പറഞ്ഞില്ലല്ലേ? മസാലയിൽ കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ബിരിയാണി മസാല, പിന്നെ ബിരിയാണി മസാല അല്ലാതെ ഉണ്ട്, കുരുമുളകും എല്ലാം ചേർന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുരുമുളക് പ്രത്യേകിച്ച് ആഡ് ചെയ്തില്ല. പിന്നെ കുറച്ച് നാരങ്ങനീര്, ഒരു മുട്ട, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്. യെസ് ഗൈസ്. ഗൈസ് നമ്മൾ മഞ്ഞപ്പൊടി ലൈറ്റായിട്ടൊന്ന് ആഡ് ചെയ്യാൻ നേരത്തെ ആഡ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നു. ഗൈസ് നമ്മുടെ ചിക്കൻ മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കുക. നല്ല രീതിയിൽ മസാല ചിക്കനിലോട്ട് അപ്ലൈ ചെയ്യണം അല്ലേ? യെസ് ഗൈസ്, അത് തന്നെ വേണ്ടത്. ഗൈസ് അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മസാല വെച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് നേരം ഒന്ന് മസാലയ്ക്ക് ഒന്ന് പിടിച്ചാൽ നമ്മൾ കുറച്ച് നേരം അവിടെ വെച്ചിരിക്കുക. ഗൈസ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ എടുക്കാൻ റെഡിയാണ് ഗൈസ്. ഗൈസ് വെളിച്ചെണ്ണ ഒഴിക്കാം ഗൈസ്. ഗൈസ് അടുത്ത നമ്മൾ സബോളയാണ്. സബോള നമ്മൾ എണ്ണയിലോട്ട് ഇടുക. ഗൈസ് നമ്മൾ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? യെസ്, അത് നമ്മൾ ലൈക്ക് അപ്പ് ചെയ്ത് ഗൈസ്. കുറച്ച് മല്ലിയിൽ നമ്മളിതാ കുറച്ച് വറുത്ത സബോള. യെസ് ഗൈസ് അടുത്ത് നമ്മുടെ തക്കാളിക്കുട്ടൻ. യെസ് ബിരിയാണി മസാല നമ്മൾ ലൈക്ക് അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ചിക്കനാണ് ഗൈസ് ഇടാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ ദാ എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ ചിക്കൻ കറി. യെസ്, നല്ല സ്പൈസി ചിക്കൻ കറി ഗൈസ്. യെസ് ഗൈസ് നമ്മുടെ ബിരിയാണി. അതിൻ്റെ അകത്ത് നമ്മളിതാ കാഷ്യും ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും. യെസ് ഗൈസ് ആയിട്ടുള്ള സാധനം. നെയ്യ് നെയ്യ് ഇതാ ലൈറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു ഗൈസ്. കാര്യങ്ങളൊക്കെ കട്ടൊക്കെ ഉണ്ടാവും. നോക്കൂ ഗൈസ്, ഞങ്ങളുടെ ബിരിയാണി റെഡിയായി. യെസ് ഗൈസ്, മുട്ടയിട്ട ബിരിയാണി ഗൈസ്. പപ്പടം ഉണ്ട്, തൈരുണ്ട്, അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ്. കൂടി നാരങ്ങ അച്ചാറുണ്ട് ഗൈസ്. ചിക്കൻ ഗൈസ്, ചിക്കൻ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിരുന്നു ഗൈസ്. രണ്ട് കോഴി കുട്ടികൾ. യാ ഡിഷസ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഗൈസ്. ബൈ ഗൈസ്.